വലിയ വേദനയിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങളും ഇന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നോടുകൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോ കൂട്ടായ്മ തേടുകയാണ്. തൻ്റെ പ്രാർത്ഥനയുടെ നേരത്ത് ഈശോ ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഈ കൂട്ടായ്മയിലിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു നീ 1 മണിക്കൂർ സമയം എന്നോട് കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഗത്സമനിലെ പ്രാർത്ഥന ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന കൂടിയാണ്. ഈശോ തീവ്രവേദനയാൽ ഭാരപ്പെട്ടപ്പോൾ ഈശോ ഒരു കൂട്ടായ്മയുടെ സാന്നിധ്യം തേടുകയാണ്. കൂട്ടായ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ദാഹിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെങ്കിൽ നമ്മുടെ കൂട്ടായ്മകൾക്കെല്ലാം വലിയ അർത്ഥമുണ്ട്. പരിശുദ്ധ അമ്മ കൂട്ടായ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് ജപമാല തന്നത്. നമ്മുടെ ഈ പോട്ട ആശ്രമത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകളെല്ലാം നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും 365 ദിവസവും ഈ ആലയത്തിൽ നൂറുകണക്കിന് മക്കൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും അവർ ഈ കൂട്ടായ്മയോട് ചേർന്ന് വന്നിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു. അത് ഈശോയ്ക്ക് എത്രയോ സന്തോഷമുള്ള, ഈശോ എത്രയോ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. കർത്താവേ, കുടുംബങ്ങളിലും ഇതുപോലെ ഈശോയെ തനിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഉണർന്ന് കൂട്ടായ്മയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ആലയത്തിൽ പല കൂടാരങ്ങളിലിരുന്ന് നൂറുകണക്കിന് സഹോദരങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഈ സമയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാരങ്ങളിലിരുന്ന് ഈശോയെ ഈ ആലയത്തോട് ചേർന്ന് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ലോകം മുഴുവനും വേണ്ടി, ഇവിടെ ഓരോ ദിവസവും നൽകപ്പെടുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ മറന്ന്, അവരുടെ പ്രശ്നങ്ങൾ മറന്ന് അവർ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരിലൂടെ എത്രയോ അനുഗ്രഹങ്ങളും കൃപകളുമാണ് ഈ ആലയത്തിൽ നീ ഈ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾ ചൊരിഞ്ഞു. ദൈവമേ, അതിനവരെ അനുഗ്രഹിക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.